ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ ഓണമൊക്കെ ആവാറായില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാന്ന്. അപ്പൊ നമുക്ക് ഓണത്തിന് നമുക്ക് ഈ ലോങ് ഹെയർ ഉള്ളവർക്കും ഷോർട്ട് ഹെയർ ഉള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഹെയർ സ്റ്റൈൽ ചെയ്തു തുടങ്ങാം. അതിനുശേഷം നമ്മൾ സാരി ഉടുക്കേണ്ട രീതികളും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വഴിയെ കാണാം. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനേക്കാളും മുൻപായിട്ട് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലുള്ള ഓൾ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാനും നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള വീഡിയോ കാണാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് കോൾഡ് ആയിട്ടുണ്ട്, അത് കാരണം തന്നെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മുടെ മുടിയിൽ ജട മുഴുവനായിട്ട് കളയാം. അപ്പോൾ ഇപ്പം ഞാൻ മുടിയിൽ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ട്. ഞാനൊരു ഹെയർ തിക്നെസ് പാക്ക് നമ്മുടെ മുടിക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഷാമ്പു ഒക്കെ ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞ് മുടി നല്ല രീതിക്ക് കണ്ടാവും, നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും മുടി ഉണങ്ങി ഒരു 90% വരെയൊക്കെ നല്ല രീതിക്ക് തന്നെ മുടി ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഞാൻ ജട കളയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല രീതിക്ക് ജട കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ ഓരോ ഫേസിനനുസരിച്ചിട്ട് ഓരോ രീതിക്ക് ഫ്രണ്ട് ഭാഗത്തുനിന്ന് മാത്രം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചിലർക്ക് സൈഡ് വകച്ചിലെടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഹെയർ സ്റ്റൈൽ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് തന്നെ ഫ്രണ്ടിലെ ഭാഗം ഇങ്ങനെ പൊങ്ങിച്ച് ഇപ്പം ഞാൻ കാണിക്കാം, ആ ഒരു രീതിക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേളിലേക്ക് ഇങ്ങനെ വെക്കുന്നത് ഇഷ്ടമല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് വകച്ചിൽ ഇതേപോലെ എടുക്കാം കേട്ടോ. സൈഡ് വകച്ചിൽ എടുത്തതിന് ശേഷം മുടി മൊത്തത്തിൽ ഇവിടെ കൂട്ടിക്കെട്ടിയാൽ മതി. ഇപ്പം ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഒരു സെക്ഷൻ ഓഫ് മുടി എടുത്തിട്ട് ഇതേപോലെ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ നന്നായിട്ട് കുറച്ച് മുടിയെടുത്ത് നന്നായിട്ട് ചീവി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതായത് മുടി നന്നായിട്ട് ഫ്രണ്ടിലെ ഭാഗം എടുത്തതിന് ശേഷം ഒന്ന് പുഷ് ചെയ്യുക. നമ്മുടെ മുടീനെ ഒന്ന് പുഷ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു സ്ലൈഡല്ല ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സൈഡ് വകച്ചിലെടുത്തിട്ട് മൊത്തത്തിൽ നമ്മുടെ സൈഡ് കുളിപ്പിന്നലിടുമല്ലോ, അതേപോലെ സൈഡ് വകച്ചിലെടുത്തിട്ട് നമുക്കിവിടെ ക്ലിപ്പ് ഇട്ട് വെച്ചാലും മതി. അപ്പം ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്ക് നമ്മൾ നന്നായിട്ട് വലിച്ചു കൊടുത്ത് ഇവിടെ ക്ലിപ്പ് ഇടുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു ക്ലിപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഈ ഒരു ഫ്രണ്ട് ഭാഗം നന്നായിട്ട് ഇങ്ങനെ വലിച്ചു മുറുക്കരുത് കേട്ടോ, ഒന്ന് ലൂസാക്കി വിടുക. അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ബാക്കി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാലൻസ് ഉള്ള മുടി ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും നന്നായിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്ലിപ്പ് ഇട്ട മുടിയും അതേപോലെ തന്നെ നമ്മുടെ ബാക്കിൽ ബാലൻസ് ഉള്ള മുടിയും പാടെ നല്ല രീതിക്ക് കോംബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രണ്ടിൽ നമ്മൾ മുടിയൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒന്ന് ഒതുക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് കോംബ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബൺ വെച്ചിട്ട് നമ്മുടെ മുടി മുഴുവനായിട്ടും ഇവിടെ ബൺ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു ബണ്ണാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏതാണ് ഉള്ളത് ആ ഒരു ബണ്ണ്, അതല്ലാന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ റബ്ബർ ബാൻഡോ ഇതേപോലത്തെ ബണ്ണോ തന്നെയാണ് ഇവിടെ കെട്ടാനായിട്ട് എടുക്കേണ്ടത്. ക്ലിപ്പ് ഒരിക്കലും നമ്മൾ ഇപ്പം ചെയ്യുന്ന ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്ലിപ്പ് യൂസ് ചെയ്യരുത്. കാരണം ആ ഒരു ഹെയർ സ്റ്റൈലിന് നമ്മൾ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവൂല, അത് കാരണമാണ് പറയണത്. ഇപ്പം നമുക്ക് ബൺ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ മുഴുവനായിട്ടും അതായത് നമ്മുടെ ഫ്രണ്ടിലെ ഭാഗത്ത് നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെച്ചതും ബാലൻസ് ഉള്ള മുടിയും പാടെ നല്ല രീതിക്ക് നമ്മൾ ബൺ ചെയ്ത് വെക്കുകയാണ്. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു രീതിക്ക് തന്നെ ബൺ ചെയ്ത് വെക്കുക. കുറച്ച് ലോങ് ഹെയർ ഉള്ളവർക്ക് ഇങ്ങനെ ഉള്ളിൽ കൂടെ എടുക്കുമ്പോൾ ഒത്തിരി പ്രശ്നമാണ് കേട്ടോ. കാരണം ലോങ് ഹെയർ ആയത് കാരണം തന്നെ നമ്മൾ ഉള്ളിൽ കൂടെ എടുക്കുമ്പോൾ എന്താ പറയുക, ക്ഷമയില്ലാതിരുന്ന് കഴിഞ്ഞാൽ ജട കൂടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നല്ല രീതിക്ക് ഞാൻ എല്ലാം പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അഗൈൻ വീണ്ടും മുടി ഒന്ന് ചീവി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ബൺ ചെയ്ത് വെച്ചല്ലോ അതിൻ്റെ താഴെ ഇതേപോലെ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മുടി ഒരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണ്. റബ്ബർ ബാൻഡ് അതല്ലാന്നുണ്ടെങ്കിൽ വണ്ണില്ലാത്ത ബണ്ണ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാം. വണ്ണുള്ള ബണ്ണ് ഈ ഒരു ഹെയർ സ്റ്റൈലിന് ചേരില്ല കേട്ടോ. വണ്ണില്ലാത്ത ബണ്ണ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ
റബ്ബർ ബാൻഡ്. അപ്പോൾ ഇപ്പം ഞാൻ റബ്ബർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റബ്ബർ ബാൻഡ് ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം മുടിയിലിട്ട് ഇതേപോലെ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് തന്നെ ചുറ്റിയെടുക്കുക, അതായത് ബൺ ചെയ്യുക, റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് ഇടുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൺ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച ആ ഒരു മുടി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് നടുവേ കൂടെ, അതായത് നമ്മുടെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച മുടിയുടെ 2 സൈഡിൻ്റെയും നടുക്ക് പിടിച്ചിട്ട് നമുക്ക് കൈവിരലുകൾ ഉള്ളിലേക്ക് കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള മുടി നമ്മൾ അതിന്ന് വെളിയിലോട്ട് വലിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, മുകളിലേക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുടിയിൽ കണ്ടില്ലേ ഒരു ഷേപ്പ് വന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരെണ്ണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാത്തത്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും നമ്മുടെ മുടി ഓരോ ഗ്യാപ്പ് വിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ചുറ്റി താഴെ വരെ നമ്മുടെ മുടി എത്രയാണോ ലെങ്ത് ഉള്ളത് ആ ഒരു നീളത്തിനനുസരിച്ച് നമ്മൾ ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നല്ലൊരു തിക്നെസ് ഉള്ളതുപോലെ തോന്നിപ്പിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഹെയർ സ്റ്റൈല്. കാരണം മുടിക്ക് ഒരു വോള്യം ഉള്ളതുപോലെ തോന്നിപ്പിക്കുക. നമ്മൾ നോർമലി നമ്മൾ കെട്ടുന്ന രീതിയും ഇങ്ങനെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്ത ഈ ഒരു രീതി ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ആദ്യം നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക, അതിനുശേഷം മുടി നടുക്ക് കൂടെ നമ്മൾ വിരൽ ഇട്ട് കൊടുക്കുക, അതിനുശേഷം നമ്മൾ ഉള്ളിൽ നിന്ന്, അതായത് നമ്മുടെ കൈവിരലുകൾക്കുള്ളിൽ നിന്ന് നമ്മുടെ മുടി ബാലൻസ് ഉള്ള മുടിയെ വെളിയിലേക്ക് എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, എങ്കിൽ കൂടി ഞാൻ പറയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ മുടി കണ്ടില്ലേ, ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് വോള്യം ഉള്ളതുപോലെ തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ വീണ്ടും മുഴുവനായിട്ടും നമ്മുടെ മുടി എത്രമാത്രം ലെങ്ത് ഉണ്ടോ അത് മുഴുവനായിട്ടും ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ മുടിയെ കുറച്ചും കൂടി വോള്യം ഉള്ളതായി തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പിരിച്ച് കൊടുക്കും കേട്ടോ. അത് ഞാൻ വഴിയെ കാണിക്കാം. ആദ്യം നമ്മളെല്ലാം ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബൺ ചെയ്യാം. അപ്പോൾ ഞാൻ മുടി മുഴുവനായിട്ടും തന്നെ ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുടി ഒന്ന് മേലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ച്, ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഹാർഡ് ഷേപ്പായി മാറിയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും, കണ്ടില്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ, ഓൾറെഡി നമ്മൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വണ്ണുള്ളതുപോലെ തോന്നിപ്പിക്കും. നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് വോള്യം ഉണ്ടാവാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണിത്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ ഇത്തിരി റിസ്ക് ഉള്ളത് പോലെ തോന്നിയേക്കാം, പക്ഷെ ഒരു റിസ്ക്കും ഇല്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അത് മാത്രമല്ലാതെ നമ്മുടെ മുടിയിൽ ജട വീഴുന്നുള്ള ഒരു പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട. എനിക്കും ആദ്യം ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിയായിരുന്നു, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമ്മുടെ മുടി കിടക്കാനും കെട്ടൊന്നും ഇല്ലാതെ നമ്മുടെ മുടി നന്നായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് കിടക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹെയർ സ്റ്റൈല്. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും, നല്ല രീതിക്ക് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ബൺ ചെയ്ത് വെച്ചല്ലോ, എല്ലാ മുടിയും പാടെ നമ്മൾ ബൺ ചെയ്ത് വെച്ചില്ലേ, അവിടെ നിങ്ങൾക്ക് ലൂസാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്ലൈഡ് വെച്ച് സെക്യൂർ ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ ഇത്തിരി ലൂസായതുപോലെ തോന്നിയിട്ടുണ്ട്, അത് കാരണമാണ് ഞാൻ ഇവിടെ സൈഡിലേക്ക്
ഒരു സ്ലൈഡ് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓണമൊക്കെ ആയത് കാരണം തന്നെ മുല്ലപ്പൂ ഇല്ലാതെ ഒരു കളിയില്ല അല്ലേ. അപ്പം ഞാൻ മുല്ലപ്പൂവും കൂടെ നമ്മുടെ ഈ ഒരു മുടിയിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, പക്ഷെ ഓണമൊക്കെ ആയത് കാരണം തന്നെ നമ്മൾ മുല്ലപ്പൂ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം മുല്ലപ്പൂ നമ്മൾ ഓരോ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ ഓരോ റബ്ബർ ബാൻഡിലും നമ്മുടെ പൂ ചുറ്റി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതൊരു വേറൊരു ലുക്കായിട്ട് നമുക്ക് കിട്ടാനായിട്ട് ഒരുപാട് നല്ലതാണ്, നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ പൂവെല്ലാം തന്നെ ആദ്യം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പീസ് മുല്ലപ്പൂ എടുക്കുക. അതിനുശേഷം നമ്മുടെ മുടിയിൽ ഇതേപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്ലൈഡ് വെച്ചിട്ട് നമുക്ക് അവിടെ പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് മുകളിലേക്ക് ആക്കിയിട്ട് വേണമെങ്കിലും സ്ലൈഡ് കുത്താം, അതല്ലാന്നുണ്ടെങ്കിൽ സൈഡിലേക്കായിട്ട് വേണമെങ്കിൽ സ്ലൈഡ് കുത്താം. സ്ലൈഡൊന്നും കാണില്ല കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ എല്ലാ ഭാഗത്തും തന്നെ മുല്ലപ്പൂ ഇതേപോലെ ചുറ്റി കൊടുക്കുകയാണ്. കണ്ടില്ല, അടിയിൽ കൂടെയാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. അടിയിൽ കൂടെ എടുത്തു, ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെച്ചു. അതിനുശേഷം നമ്മൾ സ്ലൈഡ് കുത്തി കൊടുത്തു. ഈ ഒരു രീതിക്ക് തന്നെ എല്ലായിടത്തും ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടിയിൽ നിന്നാണ് എടുത്തത്. ഇപ്പം നിങ്ങൾക്ക് മുകളിലേക്ക് വെച്ചിട്ട് അടിയിൽ വേണമെങ്കിലും സ്ലൈഡ് കുത്തി കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ കാണിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് റിസ്ക് ഉള്ളതുപോലെ തോന്നും, പക്ഷെ ഒരു റിസ്ക്കും ഇല്ല കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയെങ്കിലാണ് ഇത് എത്രമാത്രം എളുപ്പമാണ്. ഇത്രയും ഭംഗിയായിട്ടുള്ള ലുക്കും തരും, പക്ഷെ നമുക്ക് ഇത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാരണമാണ് കുറച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പതുക്കെ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി ചെയ്യുന്ന രീതിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കും കേട്ടോ. അത്രയ്ക്ക് എളുപ്പമാണ്. നമ്മൾ വെറുതെ മുടി വാരി ഇവിടെ കെട്ടുക, അതിനുശേഷം നമ്മളിങ്ങനെ ബൺ ചെയ്ത് വെച്ചിട്ട് മുല്ലപ്പൂ കൊടുക്കുക. മുല്ലപ്പൂ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും വിരോധമില്ല. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഓണമൊക്കെ ആയത് കാരണമാണ് മുല്ലപ്പൂ കൊടുക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓണത്തിനൊക്കെ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണിത്. അപ്പോൾ ഞാൻ എല്ലായിടത്തും മുല്ലപ്പൂ ഇതേപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുടി മുഴുവനായിട്ടും തന്നെ മുല്ലപ്പൂ ചുറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ നോക്കിയേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് തന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സെറ്റ് സാരിയുടെ കൂടെ ഈ ഒരു ഹെയർ സ്റ്റൈൽ അടിപൊളിയായിട്ട് മാച്ച് ആവുന്നുണ്ട്. ആ ഒരു മുല്ലപ്പൂവും കൂടെ കൊടുത്തപ്പോൾ ഞാൻ ഒരിക്കലും ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല രീതിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു ഹെയർ സ്റ്റൈല്. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി കമ്മലൊക്കെ ഇട്ട് ഒന്നും കൂടി നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് ഒരുങ്ങി വന്നിട്ടുണ്ട്. ഒരുങ്ങാന്ന് വെച്ചാൽ സാരി ഉടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെയർ സ്റ്റൈൽ അത് മുഴുവനായിട്ട് കാണിക്കാം. കണ്ടില്ലേ, വലിയൊരു കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയൊരു കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ കമ്മൽ നമ്മൾ ഇട്ടത് കാരണം തന്നെ നമ്മൾ ഇവിടെ കഴുത്തിൽ ഒരുപാട് അണിയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് കഴുത്തിൽ ഇട്ടു എന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മൽ ചെറുതാക്കി കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കമ്മലെല്ലാം അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, പൗഡർ ഒന്നും ഇട്ടിട്ടില്ല. വേണമെങ്കിൽ കുറച്ചുകൂടി ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. അപ്പോൾ മുഴുവനായിട്ടുള്ള ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ മുണ്ടി, അതായത് നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ കൂടിയും അതേപോലെ തന്നെ നമ്മുടെ സെറ്റ് സാരിയുടെ കൂടിയും ഒക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. നോർമലി ഉള്ള സാരിയുടെ കൂടിയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ഓണത്തിൻ്റെ കൂടെ ഈ ഒരു മുല്ലപ്പൂ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ലുക്ക് തരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് തന്നെ ഈ വീഡിയോ. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.